Hi, hello, welcome to On the Go with Gigi's. Again, Rwandan vlogs ആണ്. അപ്പം ഇന്നൊരു ആഫ്രിക്കൻ സഫാരി ടൂറിൻ്റെ വ്ളോഗാണ്. ഇന്നലെ ഞങ്ങൾ കിഗാലിയിൽ നിന്ന് അക്കേഗാര നാഷണൽ പാർക്കിലേക്ക് വന്നു. അക്കേഗാര എന്ന് പറഞ്ഞ ഫോറസ്റ്റിലാണ് ഞങ്ങളിന്ന് സഫാരിക്ക് പോകുന്നത്. അക്കേഗാര ഗെയിം ലോഡ്ജ് എന്ന് പറഞ്ഞ റിസോർട്ടിലായിരുന്നു രാത്രി താമസിച്ചിരുന്നത്. അപ്പം രാത്രി ലേറ്റായിട്ട് എത്തി. ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ 7 o'clock ഞങ്ങളുടെ സഫാരി ടൂറ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇന്ന് കാണുന്നത്. സഫാരി ടൂറിൻ്റെ ഒക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ കഴിയുന്നത്ര ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടാലോ. ഇത് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഏർലി മോർണിംഗ് വ്യൂ ആണ്. നല്ല ക്ലിയർ, ക്ലീൻ, ക്രിസ്പ് എയർ ആയിരുന്നു. റിസോർട്ടിൻ്റെ ബാക്കിൽ അങ്ങ് ദൂരെ കാണുന്നത് ലേക്കാണ്. പക്ഷേ മിസ്റ്റ് കാരണം കാണാൻ പറ്റുന്നില്ല. ഇതൊരു 6:30 ഒക്കെ ആയിട്ടുണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റിന് വന്നതാണ് ടെറസിൽ. അപ്പോൾ എടുത്ത വ്യൂസാണ് കേട്ടോ. ഇത് റിസപ്ഷനാണ്. റിസപ്ഷനിൽ ഞാനൊന്ന് പുറത്തേക്ക് വരികയാണ്. ഒരു സാധനം കാണിക്കാനുണ്ട് നിങ്ങൾക്ക്. എന്താണെന്നറിയോ, ഇതൊരു ട്രീ ആണ്. അതിൻ്റെ മേലെ നിറയെ കിളീൻ്റെ നെസ്റ്റാണ്, കൂട്. വീവർ ബേർഡ്സ് ഇല്ലേ, ചെറിയ വീവർ ബേർഡ്സ്, അവരുടെ നെസ്റ്റാണത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. ഭയങ്കര സൗണ്ടും ഒക്കെ ആയിട്ട് വെരി നൈസ്. യെല്ലോ കിളികളാണ്, കാണാൻ പറ്റുന്നുണ്ടോ? യെല്ലോ കിളികൾ, ഫുൾ കിളീൻ്റെ ശബ്ദമാണത് ശരിക്കും. ആഫ്രിക്കൻ സഫാരി ടൂർ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് കേട്ടോ. ഏർലി മോർണിംഗ് തന്നെ ആളുകൾ ക്ലീനിങ് ആണ്. ഫുൾ മിസ്റ്റാണ്, തണുപ്പും മിസ്റ്റും ഒക്കെ ആയിട്ടൊരു ഇളം തണുപ്പും മിസ്റ്റും ആണ് ഫുൾ. ഇത് ഭംഗിയാ കാണാൻ. വോ, ഇതൊരു മൗണ്ടൻ്റെ മുകളിലാണ് ഈ റിസോർട്ട്. ടോപ്പ് ഓഫ് ദ ഹില്ലാണ് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇവിടെയും നെസ്റ്റാണ് കേട്ടോ. വീവർ ബേർഡിൻ്റെ നെസ്റ്റ് തന്നെയാണ് ഇവിടെയുള്ളത്. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ, എന്തൊരു ഭംഗിയാ. സഫാരീൻ്റെ കുറേയൊക്കെ വീഡിയോസും ഫോട്ടോസും ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് പറ്റാറില്ല. കാരണം ആനിമൽസൊക്കെ പെട്ടെന്ന് വരുമ്പോൾ എനിക്ക് വീഡിയോ ക്യാമറയൊക്കെ തപ്പി പിടിക്കുമ്പോൾ അവർ പോയിട്ടുണ്ടാവും. പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഡ്രൈവറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഡ്രൈവർ ക്രിസ്റ്റഫർ, അതാണ് രാജ്വേട്ടിൻ്റെ സ്ഥിരമായിട്ടുള്ള ഡ്രൈവറാണ്, ഓഫീസിൽ പോകുമ്പോഴും വരുമ്പോഴുള്ള. അപ്പം അവൻ്റെ കൂടെയാണ് ഞങ്ങൾ കിഗാലിയിൽ നിന്ന് അക്കേഗാര വരെ വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ വണ്ടിയിൽ, വെഹിക്കിളിൽ അവനും ഉണ്ടായിരുന്നു. ഇതൊരു ലെമൺ ട്രീ ആണ്, നാരങ്ങയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു നാരങ്ങ. അപ്പോൾ കുറച്ചൊരു നാരങ്ങ കണ്ടപ്പോൾ ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഒരു വയനാട് ഏരിയേൻ്റെ ഒക്കെ, എനിക്ക് അക്കേഗാര കണ്ടപ്പോൾ എനിക്കൊരു വയനാട് ഏരിയ, റഗ്ഡായിട്ടുള്ളൊരു വയനാട് ഏരിയേൻ്റെ ഒക്കെ ഒരു ടോപ്പോഗ്രഫിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ റവാണ്ട ഫുൾ റോളിങ് ഹിൽസാണ്. ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ ഹില്ലിങ്ങനെ താഴ്ന്നും പൊങ്ങിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഹിൽസ് ആൻഡ് മെഡോസാണ് ഇവിടുത്തെ ടെറൈൻ മൊത്തം. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ്, ഞങ്ങളിരുന്ന് കഴിക്കുകയാണ്. അവക്കാഡോ ടോസ്റ്റ് സാൻഡ്വിച്ച് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് മൗണ്ടൻ ടീ. റുവാണ്ട ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ടീ ഓൾസോ. അപ്പോൾ ടീൻ്റെ കൂടെ കഴിക്കുകയാണ്. ഇതാണ് ക്രിസ്റ്റഫർ. ഞങ്ങളുടെ വെഹിക്കിൾ വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഓപ്പൺ ആണ് കേട്ടോ. ടോപ്പ് ലാൻഡ് ക്രൂസറാണ്. അവർ മോഡിഫൈ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. സഫാരിക്ക് വേണ്ടി ടാൻസാനിയയിൽ പോയിട്ട് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. കുഷ്യനൊക്കെ ഉണ്ട്. വെരി കംഫർട്ടബിൾ കേട്ടോ. വെരി നൈസ് ടൂറായിരുന്നു. വെരി കംഫർട്ടബിൾ വെഹിക്കിളായിരുന്നു. 12 hours ഓൺ റോഡായിരുന്നു. പക്ഷെ അറിഞ്ഞിട്ടേ ഇല്ല. ഹായ്, ഗുഡ് മോർണിംഗ്. നൈസ് ടു മീറ്റ് യു. Nice to meet you too. Bosco is my name. Oh, hi. Bosco. Hi. Okay.
So you will be the one who's taking I'm us. gonna be your guide, your driver guide for today. Yeah. So Hope we'll be seeing some animals, right? of course you have to. I think we're gonna find them. Yeah. Good. Usually, which animals do we see usually? We have different, but it depends on how lucky we are today. We have different antelopes. You have big animals, including big five. Big five are here? Yes, please. Really? Yeah, we do. I'm hoping to see a lion. Lions? Yeah. Hope we're gonna see them. Very rare, right? Not Rare, yeah. but sometimes we do. Okay. Yeah, it always depends on how distance they are from the road. Because when they're in a long distance, you can't see them. But when they are closer or like in exposed eyesight, it can be easy. You can use a binocular. Oh, Then you see them. You have the binoculars? I do, of course. Oh, okay, good. Yeah. Okay. Yeah, hope we'll see. Yeah. Of course. Let's hope for the best. Is Yeah. it your first trip Yes. in Akagera? First safari? First safari. Okay. Hope First you time give in me some Rwanda? tips. Sorry? Hope you give me some tips. Don't worry. Yeah, I'm sure you're gonna be happy for that. Yeah. you're And gonna do enjoy we don't see the hippos, right? Because they'll be in the We water. have to. They have I'm gonna try the best because we have up to 10 different lakes. So Oh, we're gonna pass closer to the lake to see if Okay. we can find some of them. Okay. But trust me, you're gonna find them. Yeah, let's hope so. Okay. Okay. Good. Yeah. So I think those are your packed lunch. Can I Yes. bring them and put in Yeah, the yeah, car? sure. Yeah. Bosco is my name again. Bosco. Bosco, but your surname is different. Bosco? I don't have only one name. That's the problem. Ah, My name is Ombeni Mukunzi Mukunzi. This is what I know. Bosco. So many names you know, na? Yes. Okay. So, Okay. and Bosco. Yeah. So now we are going to do a game drive, Ah. which is gonna take us the whole day. Yeah. And then after that, we're gonna return back now. Yeah, one more. But your food, we didn't take our food, Already, right? I have them in the car. You take all three? Yes. No, I have beer 3 hotel. of them. Yeah. He took. Yeah, I Yeah. kept them in the Oh, car. very good. Thank And you. then we are going to do a game drive. Yeah. Trying to see if we can find a lot as we can. Yeah. Inside the park. Okay, you can first take a picture, please. You can take one snapshot also. Yep. Area where is like open place where it can be easily to spot in a long distance and where can be easy for them to control what is surrounding them. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ബ്രേക്കാണിത്. ഇവിടെ നമുക്ക് റെസ്റ്റ് റൂം യൂസ് ചെയ്യാം, വാഷ്റൂം യൂസ് ചെയ്യാം. ആക്ച്വലി ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു ലേക്കാണ്. ഈ അക്കൈകാര നാഷണൽ പാർക്കിൽ ധാരാളം ഇങ്ങനത്തെ ഇൻ്റർ കണക്റ്റഡ് ലേക്സ് ഉണ്ട്, വെറ്റ്ലാൻഡ്സ് ഉണ്ട്, സ്വാംപ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഗ്രാസ് ലാൻഡ് സവാന ടൈപ്പ്, അങ്ങനെ ഒരു വലിയ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് അല്ല, സവാന ടൈപ്പാണ് യൂഷ്വലി ഇവിടുത്തെ ടോപ്പോഗ്രഫി. അപ്പം ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ചില സ്പോട്ട്സ് ഗവൺമെൻറ് പിന്നെ ക്യാമ്പിങ്ങിനായിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ഇലക്ട്രിക് ഫെൻസ് ഉണ്ടാവും, സോ ദാറ്റ് ആനിമൽസ് ഒന്നും വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. ആ സ്പോട്ടിൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, വേറെ ഒരു സ്ഥലത്തും അവർ നമ്മളെ ഇറക്കില്ല. പാർക്കിൻ്റെ ഉള്ളിൽ നമ്മൾ വളരെ വളരെ കെയർഫുള്ളായിട്ടേ അവർ നമ്മളെ ആ സ്പോട്ടിൽ ഇറക്കുകയുള്ളൂ, അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊരു ലേക്കാണ്. എന്ത് ഭംഗിയ, ബ്യൂട്ടിഫുൾ ഗ്രാസ് ലാൻഡാണ്, കണ്ടോ. ബമ്പി റൈഡായിരുന്നു കേട്ടോ, ഭയങ്കര കാരണം കച്ചാ റോഡാണ്, മണ്ണിട്ട റോഡാണ്, ടാറൊന്നും അല്ല, മണ്ണിൻ്റെ റോഡാണ്. സോ ധാരാളം മാനുകളെ കണ്ടു, ഇഷ്ടംപോലെ മാനുകൾ. ഇങ്ങനെ നമ്മുടെ എന്താ പറയുക, ചെറിയ പശുക്കുട്ടികളൊക്കെ ഗ്രേസ് ചെയ്യുന്ന പോലെ ഒരു പേടിയില്ലാതെ നന്നായിട്ട് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് സുഖമായിട്ട് പുല്ല് കഴിച്ച് നടക്കുന്നത് കണ്ടു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ജിറാഫിനെ കാണുന്നത്. ഒരു ഓപ്പൺ ഏരിയ, നമ്മുടെ വണ്ടി പോകുന്നതിൻ്റെ സൈഡിൽ ഒരു ഓപ്പൺ ഏരിയ കൂടെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നീണ്ട കഴുത്ത് ഇലേൻ്റെ ഉള്ളിൽ കൂടെ കണ്ടു. അതെനിക്കൊരു സർപ്രൈസിങ് ഇതായിരുന്നു, കാരണം സാധാരണ സൂവിലാണല്ലോ ജിറാഫിനെ കണ്ടത്. അതും ഒന്നൊന്നുമല്ല, ഒരു 4-5 ജിറാഫ് ഒന്നിച്ചിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ബോത്ത് ഉണ്ടായിരുന്നു, വന്ന ഇല കഴിക്കുന്നതായിരുന്നു. അതെനിക്ക് ജിറാഫ് എനിക്ക് കാണുന്നത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെനിക്കൊരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. എനിക്ക് ജിറാഫിനെ കാണുന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു.
ബ്യൂട്ടിഫുൾ. നമ്മളൊരു മൗണ്ടൻ ടോപ്പിലാണ്. അക്കൈകാര നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു മൗണ്ടൻ ടോപ്പിലാണ്. ഇതൊരു ക്യാമ്പിംഗ് സൈറ്റാണ് കണ്ടോ. ഫുൾ മൗണ്ടൻസ് ആൻഡ് മെഡോസ്. ഇതൊരു ക്യാമ്പിംഗ് സൈറ്റാണ്. ആളുകൾ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യും. ഇത് ഞങ്ങളുടെ ട്രക്ക് സഫാരി വെഹിക്കിളാണ്. അവിടെ ഫോട്ടോസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോഷൂട്ട്. ഇത് ആളുകൾ ക്യാമ്പിങ്ങിന് വന്നിട്ട് ഇവിടെ ഫുഡ് കുക്ക് ചെയ്യുന്നതൊക്കെയാണ്. ഇവിടെ ഗ്രില്ലുണ്ട്. ബാർബിക്യൂ വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. സി ദ ബാർബിക്യൂ. അവിടെയുണ്ട് ഒരു ബാർബിക്യൂവിൻ്റെ ഗ്രില്ല്. ചുറ്റുമുണ്ട്. ക്യാമ്പ് ഫയർ ആയിരുന്നു തോന്നുന്നു ഇവിടെ. എന്ത് ഭംഗിയാ. സി ലേക്കാണ്. ഈ മൃഗങ്ങളൊക്കെ മലേൻ്റെ മുകളിൽ നിന്നൊക്കെ വന്നിട്ട് വെള്ളമൊക്കെ കുടിക്കുന്ന ഈ ലേക്ക്. ചുറ്റും ലേക്സ് ഉണ്ട്, ധാരാളം കുഞ്ഞു കുഞ്ഞു ലേക്സ് ഉണ്ട്. ഇതിലൊക്കെ ധാരാളം ആനിമൽസും ഉണ്ട് കേട്ടോ. ഈ ആനിമൽസൊക്കെ വെള്ളമൊക്കെ കുടിച്ച് തിരിച്ച് വൈകുന്നേരം ആകുമ്പോഴാണ് ഉൾക്കാട്ടിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. ഒരു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. സി അതിൻ്റെ ഇപ്പോൾ ആരോ ക്യാമ്പിങ് കഴിഞ്ഞ് പോയതാണെന്ന് തോന്നുന്നു. ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. നല്ല ക്യാമ്പ് സൈറ്റ് കേട്ടോ. വാഷ്റൂംസ് ആണിത്, ക്യാമ്പിലുള്ള വാഷ്റൂംസ്. ആൾ വരുന്ന സ്ഥലമാണ് വാഷ്റൂം. ലേഡീസിൻ്റെത് വേറെ ഉണ്ട്, ജെൻസിൻ്റെത് വേറെ ഉണ്ട്. ഇവിടെയൊക്കെ ബാർബിക്യൂ ഗ്രില്ല് അതൊക്കെയാണ് കേട്ടോ. അടിപൊളി സ്ഥലം, ബ്യൂട്ടിഫുൾ പ്ലേസ്. റവാണ്ടിൻ്റെ പേര് ലാൻഡ് ഓഫ് റോളിംഗ് ഹിൽസ്. എത്ര ശരിയാ. ബ്യൂട്ടിഫുൾ പ്ലേസ്. വേറൊരു സഫാരി ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പം അവരിപ്പോൾ ഇറങ്ങും. ഞങ്ങളത് കഴിഞ്ഞു, ഞങ്ങൾ റിട്ടേൺ ആണ്. ക്യാമ്പ് ഫയർ. അങ്ങനെ കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ മൗണ്ടൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പോവുകയാണ്. ഇവിടെ ഒരു വാഷ്റൂം ബ്രേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ലഞ്ച് ബ്രേക്കാണുള്ളത്. ഇത് ഞങ്ങൾ സൗത്ത് നിന്ന് നോർത്ത് പോയിൻറ്റ്, പാർക്കിൻ്റെ ഏറ്റവും നോർത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഇതാണ് നോർത്തേൺ മോസ്റ്റ് പോയിൻറ്റ്. ഇതിൻ്റെ ഇടയിൽ കുറേ ആനിമൽസിനെയൊക്കെ കണ്ടു, പക്ഷേ എല്ലൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. മീൻസ് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നേ. കുറേ കണ്ട ആനിമൽസിന് വീണ്ടും ഉണ്ടായിരുന്നു. ഇംപാലാസ്, ആൻറ്റിലപ്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ കുറേ വാട്ടർ ബഗ്സ്, ആൻറ്റിലപ്പ് ഫാമിലിയിലുള്ള കുറേ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പം ഇനി നമുക്ക് ലഞ്ച് ബ്രേക്കാണ് വരുന്നത് കേട്ടോ. എന്ത് ക്യൂട്ടാണ് ഈ ആൻറ്റിലപ്സ്. ഇംപാല എന്നാട്ടോ അവർ പറയുന്നത് ഇതിനെ. വെരി ക്യൂട്ട്. ഇതൊക്കെ ഫീമെയിലാണ്. മെയിലിന് വലിയ കൊമ്പുണ്ടാവും, ഹോൺസ് ഉണ്ടാവും. നെക്സ്റ്റ് ഞങ്ങളൊരു ക്രോക്കഡൈലിനെ കാണാൻ വേണ്ടിയിട്ട് ഈ ലേക്കിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട്. Yeah. Baby crocodile. ബൈനോക്കുലർ വ്യൂവിൽ ക്രോക്കഡൈൽസ് വളരെ ക്ലിയർ ആയിട്ട് കണ്ടു. ഒരു 3-4 ക്രോക്കഡൈൽസ് ഉണ്ടായിരുന്നു കേട്ടോ. 3 to 4 നമ്പേഴ്സ്. എന്ത് ക്ലിയർ ആയിട്ടാണ് കണ്ടത്. സീ എന്ത് ഹ്യൂജ് ക്രോക്കഡൈൽസ് ആണെന്നറിയോ. ധാരാളം ഉണ്ട് കേട്ടോ ക്രോക്കഡൈൽസ് ഇവിടെ.
is Swahili word which means Pumbavu, which means they run from the short time. They forget. അങ്ങനെ ഒരു ടൈം ഒരു 1:30 ഒക്കെ ആയി. അങ്ങനെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ലഞ്ചായിരുന്നു. ഞങ്ങളുടെ റിസോർട്ടിൽ നിന്ന് അവർ പാക്ഡ് ലഞ്ച് ഉണ്ടായിരുന്നു. ഒരു ഗ്രീൻ റീസൈക്കിൾ ബാഗിൽ ഞങ്ങൾ 3 പേർക്കും ലഞ്ച് ഉണ്ടായിരുന്നു. ഡ്രൈവറിന് ഇല്ല കേട്ടോ. ഡ്രൈവർ ഹി ഹാസ് ടു ബ്രിങ് ഹിസ് ഓൺ ഫുഡ്. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് ഫുഡ് കഴിച്ചത്. നല്ലൊരു ലഞ്ചായിരുന്നു. ഫ്രൂട്ടായിട്ട് ആപ്പിൾ, ബനാന, ജ്യൂസസ്, ഒരു ചിക്കൻ റാപ്പ്, ചിപ്സ്, പിന്നെ ഡെസേർട്ടിനായിട്ടൊരു ചോക്ലേറ്റും ജ്യൂസും ഇതൊന്നും ഞാൻ കഴിച്ചിട്ട് എഗ്ഗും ഒരു ബോയിൽഡ് എഗ്ഗും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പിന്നെ ഡ്രൈവറുമായിട്ട് ബോസ്കോയായിട്ടാണത് ഷെയർ ചെയ്ത് കഴിച്ചത്. ഇറ്റ് വാസ് എ ഗുഡ് ലഞ്ച്. ഇറ്റ് വാസ് ക്വൈറ്റ് എക്സ്പെൻസീവ്. $17 ആയിരുന്നു ആ ലഞ്ചിന് കേട്ടോ. ഇത്രയും സാധനങ്ങൾക്ക് $17. ഇത് അവിടെ തന്നെ നമ്മളൊരു എന്താ പറയുക സ്പെസിഫിക് സ്പോട്ട് ഉണ്ട് ലഞ്ചിന്. അവിടെ തന്നെ നമ്മൾ ഇറങ്ങുള്ളൂ. കാരണം ചുറ്റും ഇലക്ട്രിക് ഫെൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആനിമൽസ് നമ്മളെ അറ്റാക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മളിരുന്ന് കഴിക്കുന്നത്. അവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇറ്റ് ബി ക്വൈറ്റ് എക്സ്പെൻസീവ് ബിക്കോസ് അങ്ങനത്തെ ഒരു സ്ഥലമാണല്ലോ. ഔട്ട് ഓഫ് നോവെയർ ആണത്. അപ്പോൾ ഇത് നോർത്തേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ദ പാർക്കാണ് കേട്ടോ. അപ്പം ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ്. അവരുടെ ഹാൻഡിക്രാഫ്റ്റ്സും ബാഗ്സ്, ക്ലോത്ത്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. ഭയങ്കര നീറ്റാട്ടോ. പിന്നെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള സ്ഥലമാണെങ്കിലും നീറ്റാണ്. പക്ഷേ എനിക്കിത് ഫോറസ്റ്റായിട്ട് തോന്നിയതേ ഇല്ല. എന്താ പറയുക, ഒരു മൂവി ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ഒരു സ്ഥലം പോലെ. അങ്ങനത്തെ ഹിൽസും മെഡോസും ലേക്കും. പക്ഷേ ആനിമൽസൊക്കെ ഉണ്ട്. നമ്മൾ സൂക്ഷിക്കണം, എവിടെ ഇറങ്ങാൻ പറ്റില്ല. വെരി കെയർഫുൾ ആയിരിക്കണം, എവിടെ ഇറക്കില്ല. ഇത് കണ്ട്, ഇത് നാച്ചുറൽ ഹണിയാണ് കേട്ടോ. ഇവിടുത്തെ നാച്ചുറൽ ഹണിയാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളുടെ, പിന്നെന്താ പറയുക, ട്രാവൽ മഗ്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗിഫ്റ്റ് ഷോപ്പ്. പിന്നെ വേറൊരു കാര്യം ഇവിടെയൊക്കെ പറയണത്, ഇവിടുത്തെ വാഷ്റൂംസ് വെരി നീറ്റ്. ഇങ്ങനത്തെ ഒരു ടൂറിസ്റ്റ് സ്ഥലമാണ്, ഫോറസ്റ്റാണ്, അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് വെരി നീറ്റ്. കണ്ടോ, ഇവിടെ ഞങ്ങൾ ലഞ്ച് കഴിച്ചത് കേട്ടോ. ഇവിടെ നിന്നാണ് കഴിച്ചത്. എല്ലാം നാച്ചുറൽ തിങ്. ഒരു വുഡൻ ടേബിൾ ആൻഡ് സ്റ്റൂൾ, ബെഞ്ചായിരുന്നു. എന്ത് ഭംഗിയാ. ബാത്റൂംസ് ഒന്നും പറയാനില്ല, ഒക്കെ വെരി നീറ്റ്. എല്ലാം വെള്ളമുണ്ട്, വാഷ് ബേസിനുണ്ട്, ഹാൻഡ് സാനിറ്റൈസർ ഉണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഞാൻ റുവാണ്ടയിൽ പോയി നോർത്ത് സൗത്ത് ഒക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും വാഷ്റൂംസിൻ്റെ ക്ലെൻലിനെസ് ദ സെയിം ആണ് എല്ലായിടത്തും. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. എഗെയിൻ ഹില്ലിൻ്റെ ടോപ്പിലാണ് കേട്ടോ ഇതും. അപ്പം ഇതാണ് ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആണ്. ഈ കാണുന്നത് റെസ്റ്റിംഗ് പ്ലേസ് ആണ്. എവിടെയും ക്യാമ്പിംഗ് ഉണ്ടാവും കേട്ടോ. റെസ്റ്റിംഗ് പ്ലേസ് ആണ്. അവിടെ ഒരു വാഷ് ബേസിൻ, കൈ കഴുകുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ അപ്പുറത്ത് കാണുന്നത് വാഷ്റൂമാണ്. ലേഡീസ് വേറെ, ജെൻറ്റ്സ് വേറെ. കണ്ടോ, അത് ബിൽഡിംഗ് അങ്ങനെ ഇരുന്നോട്ടെ, ഉള്ളിൽ ഇറ്റ് ഇസ് വെരി നീറ്റ്. ഒരു സിവിലൈസ്ഡ് കൺട്രി, മീൻസ് ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ, ഈവൻ നമ്മൾ US കാനഡയിലൊക്കെ റോഡ് ട്രിപ്പിന് പോകാറുണ്ട് ഞങ്ങൾ. വാഷ്റൂംസ് ആർ ഹോറിബിൾ. പിന്നെ US കാനഡയിലെ ആളുകൾ വാഷ്റൂംസ് ഒന്നും ക്ലീനായിട്ട് വെക്കുകയില്ല. ഇവിടെ അത് പറയാതിരിക്കാൻ വയ്യ. ഇറ്റ്സ് സോ നീറ്റ് കേട്ടോ. ഇത്രയും ഒരു കൺട്രി, ഇത്ര ഡെവലപ്മെൻ്റ് ഒക്കെ ഇവിടെ ഉള്ളൂ. പക്ഷേ എവ്രിതിങ് ഇസ് നീറ്റും. ആളുകൾ വളരെ ഡിസിപ്ലിൻഡ് ആണ്. അവർ ലോ ഒബേ ചെയ്യും കേട്ടോ. അതാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്ക് ടു റോഡ്. ദി സീബ്രാസ്. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള വേറൊരു ആനിമലാണ് ജിറാഫ് കഴിഞ്ഞാൽ സീബ്ര. എന്താ പറയുക, നേച്ചർ എങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ. അവരും ഈ സവാന, ഇവിടെ ഇപ്പോൾ സവാന ടൈപ്പാണ് കേട്ടോ. നമ്മളുടെ ലാൻഡ്സ്കേപ്പിംഗ് ഇസ് സവാന ടൈപ്പ്. ഫുൾ ഓഫ് ഗ്രാസ് ആണ്, ബുഷി ഗ്രാസ് ആണുള്ളത് കേട്ടോ. കണ്ടോ, സവാനയാണ് ഇതൊക്കെ.
സോഷ്യൽ സ്റ്റഡീസ് പഠിച്ച സവാന ഇപ്പോഴാട്ടോ കാണുന്നത്. ഇതൊരു ഫോറസ്റ്റാന്നൊക്കെ പറയുമോ? നോ. അങ്ങനെ ദേ വരുന്നു നമ്മുടെ റൈനോ. കുറേ റൈനോസ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറേ റൈനോസ്, ഈ കാണുന്നതും റൈനോ ആണ്. അങ്ങ് ദൂരെയാണ്, അത് ഇറ്റ്സ് ലോങ് വ്യൂ ആണ്. അവർ ഗ്രേസിങ് ആണ്. റൈനോസിനെ ശരിക്കും ആളുകൾ You have to show him kindness. We are not coming to fight. Yeah. Yeah. So if I go back, you see, he gonna come now on these bushes here. Yeah. If I do like this, it's his time now. He's eating. Eating now. He's comfortable now. We are not attacking him, so he's also comfortable. Yeah, he's comfortable now. Comfortable now. He knows we are not coming to fight. Yeah. I think with the animals that are You want to stay? Just see. We can take it. So let me do like this. It's So eating. now he gonna return back. Yeah, now, it's you know. eating. No. He's trying to escape it. Sorry? You want to escape, eh? No, he gonna return back on the road. Okay. Yeah. I just wanted to Get a keep selfie. him. I wanted to keep him No, closer elephant to is us. fine. Elephant is fine. Christoph, did you hear that? Huh? I just need to keep here. They know. Actually, Bosco is the next one. Yeah, he's now coming here. So if I need to stop him, I can approach. If I need to pass, I just have to leave a small gap. You see? Yeah. Oh, If I I leave a see. long gap like this, ഇതൊരു വണ്ടർഫുൾ കാഴ്ചയായിരുന്നു കേട്ടോ. ഇതൊക്കെ ഫീമെയിലാണ്. ഇതൊക്കെ ഫീമെയിൽ ഇംപാലാസ് ആണ്. ആക്ച്വലി ആ ഒരു മെയിൽ, ഒരൊറ്റ മെയിൽ മുൻപിലുണ്ട്. ആ മെയിലിൻ്റെ പിറകെ പോവുകയാണ് ഈ എല്ലാ ഇംപാലാസും. ആൻഡ് ദ മെയിൽ ഇംപാല ഇതാ കണ്ടോ, ഹോണായിട്ടുള്ളത്. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ദി അതർ ഫീമെയിൽസ് ടു കം. കണ്ടോ, ഒരൊറ്റ മെയിലാണ്. ബാക്കി അവൻ എല്ലാവരെയും വരുന്നുണ്ടോയെന്ന് ഹീസ് ചെക്കിങ്. കണ്ടോ, കുറേ പേര് വരുന്നത് അവൻ ചെക്ക് ചെയ്യാണ്. The male one. See how nice. What a beautiful sight. അതും in the middle of the forest അല്ലേ? ആ ഫോറസ്റ്റിൻ്റെ ടോപ്പോഗ്രഫി നോക്കൂ. മൗണ്ടൻസും ഒരു മെഡോസും ഒക്കെ. ഇത് ഫോറസ്റ്റ് ആണെന്ന് പറയൂ. ഒരു മൂവിയിലൊക്കെ ഉള്ളതുപോലെ ഉണ്ട് അല്ലേ? സി ദ മെയിൽ ഇംപാല എല്ലാ ഫീമെയിൽസും വരുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്നു. ഇതൊക്കെയാണ് കേട്ടോ സവാനേൻ്റെ ഭംഗി. ഗ്രാസ് ലാൻഡ്സും മാർഷി പ്ലേസസും സ്വാംസും ധാരാളം വെറ്റ്ലാൻഡ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ആക്ച്വലി സെൻട്രൽ ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ വെറ്റ്ലാൻഡ് ഉള്ളത് റവാണ്ടയിലാണ്. കണ്ടോ, എല്ലാവരും വന്നു എന്ന് ഹിസ് കമ്മിങ്. ടുമോറോ കമ്മിങ് എനിക്ക് തോന്നുന്നു. രണ്ടുപേരും കൂടെ വരാനുണ്ടെന്ന് തോന്നുന്നു. അതാ വരുന്നു, ബാക്കിയുള്ളവരും വരുന്നുണ്ട്. ഇതൊരു നല്ലൊരു സൈറ്റ്. ഇറ്റ് വാസ് വെരി നൈസ് ടോ. ഇറ്റ് വാസ് സോ ഫണി. ആനിമൽസ് ആണെങ്കിലും അവർ എങ്ങനെയത് ചെയ്യുന്നതെന്ന് നോക്കിയാൽ സി ഈസ് വെയിറ്റിംഗ് ഫോർ ദം. അവരും കൂടെ വന്നിട്ടേ ഇവർ പോവുള്ളൂ. അങ്ങനെ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ദേ അവിടെ കാണുന്നു എലിഫൻസ്, ആനകൾ ഗ്രേസ് ചെയ്യുന്നു. ആഫ്രിക്കൻ എലിഫൻസ്. ഇവിടെ ആളുകൾക്ക് ഈ വൈൽഡ് ലൈഫിനോട് ഭയങ്കര റെസ്പെക്റ്റ് ആട്ടോ. അവർ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് ഈ നേരത്തെ ഒരു ആനയെ കണ്ടില്ലേ, അവരൊക്കെ എന്ത് റെസ്പെക്റ്റോട് കൂടിയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇത് ബുഷി ഏരിയസിലൊക്കെ കാണുന്ന ആനയാണെന്ന് തോന്നുന്നു. കുറേ ആനകളുണ്ട് കേട്ടോ. ഇംപാലാസ് ആൻഡ് എലിഫൻറ്റ്സ് കുറേ ഉണ്ട് ഈ ഫോറസ്റ്റിൽ. സോ ഇന്ന് നമ്മുടെ സഫാരി അക്കിഗാര നാഷണൽ പാർക്കിൻ്റെ സൗത്ത് ടു നോർത്ത് പോയി തിരിച്ച് എഗെയിൻ ബാക്ക് ടു സൗത്തിലേക്ക് നമ്മൾ വന്നു കേട്ടോ. അത് ഈ മാപ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫുൾ ഏരിയ നമ്മൾ കവർ ചെയ്തു. നോർത്ത് ആൻഡ് സൗത്ത്, അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ പാർക്കിൻ്റെ മാപ്പാണിത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ലയണിനെ കാണാൻ പറ്റിയില്ല. ലയൺ അങ്ങ് ദൂരെ. ഈ വീഡിയോയിൽ ശരിക്കും ഇതിൻ്റെ ബാക്കിൽ കുറേ ഹില്ലുണ്ട്. അപ്പോൾ ആ ബൈനോക്കുലറിലൂടെ ഞങ്ങൾ കണ്ടു ഒരു 4 to 5 ലയൺസ് അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നു, വെരി ഫാർ അവേ.
ഇതിൽ കാണില്ല വീഡിയോയിൽ. പിന്നെ താഴെ ഈ സവാനയിൽ ഫുൾ ബഫലോസും ഇംപാലാസും പിന്നെ വാട്ടർ ബഗ്സും ഒക്കെ ഇങ്ങനെ ഗ്രേസ് ചെയ്യാൻ ഇങ്ങനെ കൂട്ടമായിട്ട് ഗ്രേസ് ചെയ്യുന്നുണ്ട്. അത് ഇറ്റ്സ് നോട്ട് ക്ലിയർ ഇൻ ദ വീഡിയോ എന്ന് എനിക്കറിയില്ല ക്ലിയർ ആണോ എന്ന്. സീബ്രാസ് ഗ്രേസിങ്, ഐ ലവ് സീബ്രാസ്, ദ ഡിസൈൻ. എന്ത് രസം അവർ പോകുന്നത് കാണാൻ. പിന്നെ ഇവിടുത്തെ മങ്കീസിൻ്റെ പേര് ബബൂൺസ്. ഇതാണ് ബബൂൺസ് കേട്ടോ, ഹ്യൂജ് മങ്കീസാണത്. അവരെയും കണ്ടു. അങ്ങനെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ കുറേ നല്ല മെമ്മറീസ് നമുക്ക് ഈ സഫാരി തന്നു. ഇത് കണ്ടോ, ഇങ്ങനത്തെ റോഡിലൂടെ കേട്ടോ സഫാരി. ഫുൾ കച്ച റോഡാണ്, ടാറിട്ട റോഡൊന്നുമല്ല, ഇങ്ങനത്തെ റോ കച്ച റോഡാണ് കേട്ടോ. This safari, it was a wonderful, amazing experience. Once in a lifetime, I think you should experience this. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ആനിമൽസിനെ കണ്ടു. ആനിമൽസും മനുഷ്യരും എങ്ങനെ സഹകരിച്ച് കഴിയുന്നു എന്ന് കണ്ടു. നമ്മൾ ഹ്യൂമൻ ബീങ്സ് അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു സഫാരി നടത്തിയത് കണ്ടു. നീറ്റ്നെസ് കണ്ടു, കാടിൻ്റെ ഉള്ളിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്പോഗ്രഫി കണ്ടു. കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി, പഠിക്കാൻ പറ്റി. ഇറ്റ് വാസ് എ വണ്ടർഫുൾ, ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു. നമ്മൾ ഹോട്ടലിൽ തിരിച്ചെത്തി. നമ്മൾ ഇനിയിപ്പോൾ തിരിച്ച് കിഗാലിക്ക് പോവുകയാണ്. 2 hours ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. See you in another video. Bye.